ഹിപ്പോവാ ഡം ഡം കുട്ടാവാ Falling drums, jungle shine, sparkling rays makes you high. Come on, play with us, come to the world of fun. We are here with you. Dum dum hippo, dum dum kutta, enne kutta. എല്ലാവരും ഇവിടെ നോക്കിയേ, അറ്റൻഡൻസ് എടുക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഉഴപ്പന്മാരെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. ടുട്ടു വന്നിട്ടുണ്ടോ? ടുട്ടു പ്രസന്റ് ടീച്ചർ. ഡം ഡം പ്രസന്റ് ടീച്ചർ. ബേബി ക്രോക്കി, ബേബി ക്രോക്കി. ആ മുതലക്കുട്ടി വന്നില്ലേടാ? ഞാനിവിടെ ഉണ്ട് ടീച്ചർ. എന്തുവാടാ അവിടെ ഒരു കള്ളക്കളി? നിനക്കെന്താ പ്രസന്റ് ടീച്ചർ പറഞ്ഞാൽ? സൈലൻസ്. അവന്റെ 2 പല്ല് കാരണം അവന് പ്രസന്റ് ടീച്ചർ എന്ന് പറയാൻ പറ്റുന്നില്ല ടീച്ചർ. മിണ്ടാതിരിക്കടാ കഴുതകളെ. ഈ കൂട്ടത്തിൽ കഴുതകളില്ല ടീച്ചർ, ബാക്കിയുള്ളവർക്കും ഉണ്ടാലോ. Left, right, left, right, left, right, left, right, left, right, left, right, left. എന്തൊരു ക്രൗഡ്! ഓ, ആ റാബി ടീച്ചറുടെ ഡിസിപ്ലിൻ ഇല്ലാത്ത കുറെ കുട്ടികൾ.
Ho! Left, right, left, right, left, right. Yahoo! 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 ഛേ, ഈ മങ്കികൾക്കും തീരെ ഡിസിപ്ലിൻ ഇല്ല. എങ്ങനെയുണ്ടാകും? കുരങ്ങല് വർഗം നോൺസെൻസ്. ശരി, ഇന്നലെ എന്താണ് നമ്മൾ പഠിച്ചത്? ഓർമ്മയുണ്ടോ കുട്ടികളെ? പറയൂ. ഹേ, ദേ നമ്മുടെ PT മാഷ് കൗക്കൗ സായിപ്പ് വരുന്നേ. ആ റാബി ടീച്ചറുടെ കുട്ടികളെ ഞാൻ ചട്ടം പഠിപ്പിച്ച് കാണിച്ചു തരാം. എന്നോടാ കളി. ഒന്നും മിണ്ടാതിരിക്കെ. ഇവരെ കൊണ്ട് തോറ്റല്ലോ. കൗക്കൗ, PT മാഷ്, ഇയാൾക്കിന്ന് ഇവിടെ ക്ലാസ് ഇല്ലല്ലോ. ജോലി ഉണ്ടാക്കാനായി കേറി വന്നിരിക്കുകയോ? അല്ല, മാഷിക്ക് ഇന്ന് ഇവിടെ ക്ലാസ് ഇല്ലല്ലോ. കണ്ടുപിടിക്കണം. Excuse me, Rabbit teacher. സൈലൻസ്. നിങ്ങളെങ്കിലും ഒന്നും മിണ്ടാതിരിക്കൂ കുട്ടികളെ. Yes, I understand, Rabbit teacher. Yes, I understand. ഈ കാട്ടിലെ കുട്ടികൾ എവരി ടൈം സ്മാർട്ട് ആയിരിക്കണം. ഒരു PT മാഷ് എന്ന നിലയിൽ എപ്പോഴും അത് ഉറപ്പാക്കേണ്ടത് എന്റെ ജോലിയാണ്. That's my duty. പക്ഷേ മിസ്റ്റർ കൗക്കൗ, ഇന്ന് എന്റെ ക്ലാസ് ആണ്. ഞാൻ ഇവരെ ഒന്ന് പഠിപ്പിച്ചോട്ടെ. Cool down, cool down. ഞാൻ അമേരിക്കയിൽ PT മാഷായിരുന്നപ്പോൾ, അതായത് എന്റെ ഊഹം ശരിയാണെങ്കിൽ 93-ൽ അവിടുത്തെ മുഴുവൻ മൃഗങ്ങളെയും ഗുസ്തി പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കും ഗുസ്തി പഠിക്കണം മാഷേ. മാഷേ, ഈ ഗുസ്തി പഠിക്കുമ്പോ അടിയൊക്കെ കിട്ടുക? ഈ കുട്ടികൾക്കാർക്കും തന്നെ ഗുസ്തി അറിയില്ല. ചിക്കാഗോയിൽ ഒരു ഗുസ്തി വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു ഈ മിസ്റ്റർ കൗക്കൗ. അറിയാമോ? അണ്ടർസ്റ്റാൻഡ്? നാശം. നിർത്തുന്നുണ്ടോ ഈ പൊങ്ങച്ചം? തന്റെ സ്റ്റുപ്പിഡ് ക്ലാസ് കാരണം ഈ തൊരപ്പൻ കുട്ടികൾ മുഴുവൻ ഇഡിയറ്റുകളായി മാറിയിരിക്കുകയാണ്. PT മാഷേ, ഇഡിയറ്റ് അല്ല, ഇഡലിയാണേ. മിണ്ടരുതടേ. എന്ത് ഇഡലിയോ? ഫുള്ളാക്കുന്നോടെ റാസ്കൽസേ. നിനക്കൊക്കെ തീറ്റയുടെ വിചാരമേയുള്ളൂ. ഹിപ്പോ സർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണമെന്ന്. ഒന്ന് പോ എന്റെ PT മാഷേ. വെയിറ്റ് ടീച്ചർ റാബി, തീർന്നില്ല. ഞാൻ ഈ കാട്ടിൽ ഭയങ്കര ഒരു സ്പോർട്സ് സ്കൂൾ തുടങ്ങും. നിന്റെ സ്റ്റുപ്പിഡ് ക്ലാസ് കുട്ടികൾക്ക് വെറും വേസ്റ്റ് ആണ് ടീച്ചർ റാബി, വെറും വേസ്റ്റ്. എണീറ്റ് ചേട്ടടാ. ഡെയിലി എക്സസൈസ്, അതാണ് ആരോഗ്യത്തിന്റെ രഹസ്യം. സൈലൻസ്. ഓ, സൈലൻസ്. ഇവരെ കൊണ്ട് പൂർത്തി മുട്ടി ഞാൻ നല്ല അടി തരും. അയ്യോ, ദാണ്ടെ കൊമ്പം വരുന്നേ. PT മാഷേ ഓടി രക്ഷപ്പെട്ടു. PT മാഷേ ഓടി രക്ഷപ്പെട്ടു. അയ്യോ, PT മാഷേ കൊമ്പം വരുന്നേ. അടുത്ത പാര. അയ്യോ, PT മാഷേ കൊമ്പം വരുന്നേ. എടേ, ഇങ്ങോട്ട് വരാ. കൊറേ നേരായി. എന്തായി ചപ്ലാച്ചി? ഞാൻ ഇങ്ങോട്ട് വരണ്ടാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. നീ എന്നെ ബടുത്തി. ഞാനാണോ? നിന്നെ തന്നെ. ഇങ്ങോട്ട് വരാ. ഓടാ. മിസ്റ്റർ തലയൻ, അപമാനിക്കരുത്. നമുക്കൊരു ധാരണയിലെത്താം. PT മാഷേ രക്ഷപ്പെട്ടു. തലയും ചിഹ്നം വിളിച്ചേ. എക്സ്ക്യൂസ് മീ, ഞാനിപ്പോഴാ ഓർത്തത്. ഓടടാ. ഓടാ. മോർണിംഗ് എക്സസൈസിൽ ഓട്ടത്തിന്റെ കാര്യം മറന്നു. ഇപ്പൊ ഓടിയേക്കാം. ആ തലയനെ ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. എടാ ഓ പോയാ. ബേഷ്. അങ്ങനെ കൗക്കൗ സ്ഥലം വിട്ടു. ഹോ, സൈലൻസ്. റാബി ടീച്ചറെ, ദേ കൊമ്പൻ ചേട്ടൻ നിൽക്കുന്നു. ദാ അടുത്ത പാര. ഇനി എങ്ങനെയാ ഈ വിദ്വാനെ ഒന്ന് ഒഴിവാക്കാം? റാബി ടീച്ചറെ,
ആ കൗകൗ ഓടിയ ഓട്ടം കണ്ടോ? എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? ഈ സാധാരണഗതിയിലെ ഞാൻ ഇത്തരം ചീള് കേസിലൊന്നും ഇടപെടാറില്ല. താങ്ക് യു കൊമ്പ. നീ വേണമെങ്കിൽ എന്റെ ബോഡി ഗാർഡായിട്ട് ഇവിടെ എങ്ങാനും നിന്നോ. നിന്നെയൊക്കെ ഒരു ചുക്കിനും ചുണ്ണാവിനും കൊള്ളില്ലെങ്കിലും ചില ഭീരുക്കൾ നിന്നെയൊക്കെ കണ്ട് പേടിച്ചോടുന്നുണ്ട്. അത് വലിയ കാര്യമാ. നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അയ്യോ, എന്തൊരു അപമാനം അല്ലേ? ഹോ, ഞാൻ ആരാണെന്ന് കരുതിയേ? നിന്നെ സഹായിക്കാൻ വന്ന് എന്നെ പറഞ്ഞാൽ മതി. അങ്ങനെ ബുദ്ധിയുണ്ടെങ്കിൽ ഏത് കൊമ്പനെയും ഓടിക്കാം. പറയൂ, നിങ്ങൾ ഇന്ന് എന്താണ് പഠിച്ചത്? സ്പോർട്സ് സ്കൂൾ തുടങ്ങിയാൽ ടീച്ചറുടെ കാര്യം പോക്കാണെന്ന് പഠിച്ചു. തല തിരിഞ്ഞവന്മാരെ അല്ലേ? അത് കാലക്കട ഡംഡം. അല്ലേലും ആ റാബിറ്റ് ടീച്ചർക്ക് കൊമ്പ് കുറച്ച് കൂടുതലാ. ഓടിക്കോ, നമ്മുടെ PT മാഷ് മുമ്പേ ഓടിയിട്ടുണ്ട്. അതാ PT മാഷ് പോകുന്ന പോക്ക് കണ്ടോ? അയ്യോ, PT മാഷ് ഒരു മണ്ടൻ തന്നെ. എടാ ടുട്ടു, നിനക്കൊരു കൂട്ടായടാ. എന്തോന്ന്? അല്ല, നീയല്ലേ ഞാനറിയുന്ന ഏറ്റവും വലിയ മണ്ടൻ. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ. ഏയ് അരുതരുത്, കൂൾ ഡൗൺ. എടാ ടുട്ടു, നിനക്ക് ചെകുത്താന്റെ ചോരയാ. അതാ ദേഷ്യം വരുമ്പോ ഈ പല്ലും കൊമ്പുമൊക്കെ വരണത്. ബുദ്ധിയില്ല. എടാ ടുട്ടു, നമ്മൾ ഓരോന്നും പഠിക്കുന്നത് എവിടെ നിന്നാ? ഇപ്പൊ സ്കൂളിൽ നിന്ന്. മാതിരി ആണല്ലോ അങ്ങോട്ട്